ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അനുസരിച്ചാൽ ഈ വചനം നിന്റെ വീട്ടിൽ പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വചനം അവിടെ ശക്തമായി പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനത്തിനാണ് ശക്തി. ഈ വചനം അനുസരിക്കുമ്പോഴാണ് വിടുതൽ. നീ അനുസരിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, തലമുറകൾ കഴിഞ്ഞാലും അതിന് വിലയുണ്ട്. നീ ദൈവത്തിന്റെ ഒരു വചനം ഗൗരവത്തോടെ എടുത്താൽ 100 വർഷം കഴിഞ്ഞാലും നിന്റെ സന്തതി അറ്റുപോകാതെ ഈ വചനം അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. ദൈവവചനം ഇത് വളരെ പ്രധാനപ്പെട്ടതായ മറ്റൊരു പാഠമാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ദൈവവചനം. അപ്പോൾ ഈ വചനം പഠിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. എന്താണെന്നറിയാമോ? ഈ വചനം മനസ്സിലാക്കിയാൽ ദൈവവചനം, ഈ പുസ്തകം, ഇതിനോടൊരു താല്പര്യം ഉണ്ടാകണം. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, കൊന്തയെല്ലാം അറിയാം, നമുക്ക് സംസാരിക്കാൻ അറിയാം, പാട്ടുപാടാൻ അറിയാം, പെരുന്നാൾ നടത്താൻ അറിയാം, കൈകൊട്ടാൻ അറിയാം, മെഴുതിരി പിടിക്കാൻ അറിയാം, മുത്തുകുട പിടിക്കാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ വചനത്തോട് ഒരല്പം ദാഹവും താല്പര്യവും നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ വചനത്തിലേക്ക് വളരണം. ദൈവം ഇത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന, പക്വത ആർജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം തരുന്ന ഈ ദിവസത്തെ സന്ദേശമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ആത്മീയ വളർച്ച. അതായത് നമ്മൾ ഇന്നും ഒരേപോലെ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന LKG UKG പഠിക്കുന്ന ആളുകളാകരുത് എന്ന് പറയും. എല്ലാ ദിവസവും ആലോചിച്ച് നോക്കിയേ. നമ്മൾ 28ാമത്തെ വയസ്സിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നാ നാണക്കേടാത് അല്ലേ? വയസ്സ് 28ആയി, എത്രയാണ് പഠിക്കുന്നത്? 4. ഇത്രയും വർഷം ഈ പള്ളി കൂടി നടന്നിട്ടും നമുക്ക് ദൈവമേ ഒരു വളർച്ച ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പലരും ഉണ്ട്, മുതിർന്ന കുഞ്ഞുങ്ങളാണ്, പക്ഷേ കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 6ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. ഹെബ്രായർ 6ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ വിഷയം ഇതാണ്, ദൈവവചനം. നമ്മൾ ആത്മീയമായി ഒരു പടി കൂടി വളരണം. നമ്മൾ വചനത്തിലേക്ക് വളരണം, പക്വതയുള്ളവരായി വളരണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ വളരെ ഗൗരവത്തോടിരിക്കുന്ന ഏതാനും പേരെങ്കിലും മനസ്സിൽ കുറിച്ചെടുക്കുകയും ചിലരുടെ നോട്ട് ബുക്കിൽ കുറിച്ചെടുക്കുകയും കുറച്ച് പേരെങ്കിലും ബൈബിളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ വിഷയം എടുക്കുന്നത്. ശ്രദ്ധയോടെ നമ്മൾ ഈ 1 മണിക്കൂർ ഇരുന്ന് നമ്മൾ ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കണം. വചനം ഇങ്ങനെ പറയുന്നത്, ഹെബ്രായർ 6ന്റെ 1, അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. അതായത് ബേസിക് LKG UKGയിലെ ABCDEFG അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെയൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഇംഗ്ലീഷ് വാക്കുകളും കുറച്ച് പ്രസംഗിക്കാനും ഒക്കെ ഇങ്ങനെ വളരണം അല്ലേ? വേണ്ടേ? എന്നിങ്ങനെ ഇരുന്നാൽ മതിയോ? വളരണം. അപ്പം ഈ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് പറയാണ്, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയിർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് ഈ വക കാര്യങ്ങൾക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇതൊക്കെയാണ് ബേസിക് പാഠങ്ങൾ, ക്രിസ്തീയതയുടെ ബേസിക് അടിസ്ഥാന പാഠങ്ങൾ. ക്രിസ്തീയതയുടെ LKG UKG സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്. നിർജീവ പ്രവൃത്തി വല്ല മനസ്സിലായോ? ഡെഡ് വർക്ക്സ്. അതായത് ബൈബിളിൽ 3 തരം പ്രവൃത്തികളുണ്ട്. ഒന്ന് ഗുഡ് വർക്ക്സ്, സൽപ്രവൃത്തികൾ. ദശാംശം കൊടുക്കുക, ദാനം ചെയ്യുക, ഉപകാരങ്ങൾ ചെയ്യുക, ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നല്ല പ്രവൃത്തി, സൽപ്രവൃത്തി. ദുഷ്പ്രവൃത്തികളുണ്ട്. രണ്ടാമത്തെ ദുഷ്പ്രവൃത്തി എന്താണ്? അടിക്കുക, കലഹം ഉണ്ടാക്കുക, മോഷ്ടിക്കുക, വ്യഭിചാരം ചെയ്യുക, തിന്മ ചെയ്യുക, അങ്ങനെ മ്ലേച്ഛതകൾ ചെയ്യുക. ഇതൊക്കെയാണ് ദുഷ്പ്രവൃത്തികൾ.
അപ്പം സൽപ്രവൃത്തിയുണ്ട്, ദുഷ്പ്രവൃത്തിയുണ്ട്. ഇത് കൂടാതെ ബൈബിളിൽ മൂന്നാമതൊരു പ്രവൃത്തിയുണ്ട്. ഇത് പലർക്കും അറിയത്തില്ല. ആ പ്രവൃത്തിയുടെ പേരാണ് നിർജീവ പ്രവൃത്തി. അങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്, ചത്ത പ്രവൃത്തി. നല്ല പ്രവൃത്തിയുണ്ട്, ചീത്ത പ്രവൃത്തിയുണ്ട്, ചത്ത പ്രവൃത്തിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ല, ബൈബിളിൽ പറഞ്ഞാണ്. ബൈബിളിൽ പറയാണ് ചത്ത പ്രവൃത്തികളുണ്ട്. എന്താണ് ഈ ചത്ത പ്രവൃത്തി എന്നറിയാമോ? സിമ്പിളായിട്ട് പറയാം. ഇത് ബൈബിളിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് വളരണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ചത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് ചത്ത പ്രവൃത്തി. ഉദാഹരണത്തിന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? ഞാനും എൻ്റെ ദൈവവും. അതിൻ്റെ ഇടയ്ക്ക് വേണേ കാണുന്നേ കണ്ടോട്ടെ, ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, മറ്റുള്ളവരെ കാണിക്കാൻ പള്ളി വരുന്നേ. ചത്ത പ്രവൃത്തി. ഇപ്പം ഈ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് പാഠമാണ്, അടിസ്ഥാന പാഠമാണ്. ഇത് കഴിഞ്ഞിട്ട് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും ഇങ്ങനെ MA വരെ കിടക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. അതായത് നമ്മൾ 2 തരം പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ നന്മ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുക. നന്മ പ്രവൃത്തി, സൽപ്രവൃത്തിയുണ്ട്, ചീത്ത പ്രവൃത്തിയുണ്ട്, തിന്മ പ്രവൃത്തിയുണ്ട്. എന്നാൽ ബൈബിളിൽ മൂന്നാമതൊരു പ്രവൃത്തിയുണ്ട്. ഈ പ്രവൃത്തിയുടെ പേരാണ് അത് തന്നെ, നിർജീവ പ്രവൃത്തി, ചത്ത പ്രവൃത്തി. ഈ ചത്ത പ്രവൃത്തികളുടെ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മൾ നല്ല കാര്യം ചെയ്യും, പക്ഷേ ഫലമില്ലാതെ പോകും. നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തു പോകും, പക്ഷേ മനസ്സിൽ വലിയ വേദനയും വലിയ ദുഃഖവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. കർത്താവിന് പ്രീതിപ്പെടുത്താൻ പറ്റാത്ത പ്രവൃത്തി. ഇതാണ് ചത്ത പ്രവൃത്തികൾ. മറ്റൊരു കാര്യമാണ് ഉപവസിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഉപവസിക്കുമ്പോൾ നീ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് മുഖത്തൊക്കെ തേച്ചിട്ട് ഉപവസിക്കണം, ആരും അറിയരുത് നീ ഉപവസിക്കുക. അല്ലാതെ ഇങ്ങനെ ഈ ലോങ് ഫേസ് എന്ന് പറയില്ല, ഇങ്ങനെ ഉപവസിക്കരുത്, പേക്കോന്ന് ഉപവസിക്കല്ലേ. ഞാനങ്ങ് ഉപവാസമാണ്. ചത്ത പ്രവൃത്തി. ഉപവസിച്ചിട്ടേ സ്കൈപ്പിൽ കൂടെ അല്ലേ വീഡിയോ കോൾ ചെയ്തിട്ട് വയ്യ ഉപവാസം കേട്ടോ, ഇന്ന് മിണ്ടാൻ വയ്യ എന്ന് പറഞ്ഞാൽ ചത്ത പ്രവൃത്തി. കർത്താവ് പറഞ്ഞ് ഉപവസിക്കുമ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ എടുത്ത് ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണം. ഉപവാസമാണെന്ന് ആരും അറിയണം, നിന്റെ കർത്താവ് പറഞ്ഞാൽ മതി. ഇതിങ്ങനെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കരുത്. നമ്മൾ ഒരു നന്മ പ്രവൃത്തി ചെയ്ത് പള്ളിക്ക് വേണ്ടി ഏതാണ്ടൊക്കെ ചെയ്തിട്ട് 4 പേരോട് പറഞ്ഞുകൊണ്ട് നടന്നാൽ ചത്ത പ്രവൃത്തി. ആളുകളെ എൻ്റെ പുറത്ത് കെട്ടി, കൊള്ളാം നീ നന്നായിരിക്കുന്നു കേട്ടോ, മിടുക്കനാണ്, നീ നന്നായിട്ട് നീ മിടുക്കിയാണേ, എന്നാ കാര്യമാടി ചെയ്യുന്നത്, മിടുക്കിയാണല്ലോടി, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചത്ത പ്രവൃത്തി. അതിൻ്റെ ഫലമൊന്നും നമുക്ക് കിട്ടുകയില്ല. വലത് കൈ ചെയ്യുന്നത് അതാണ് സൽപ്രവൃത്തി. കർത്താവ് പറഞ്ഞിട്ട് സാബത്ത് ആചരിക്കണം, കർത്താവ് പറഞ്ഞു ദശാംശം കൊടുക്കണം. ഈ നാട്ടുകാരോട് പറയരുത്. ഇതാണ് പറയാനും, എൻ്റെ പേരെടുക്കണം, ഞാൻ അറിയപ്പെടണം, എൻ്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്യണം, എൻ്റെ സൽപ്പേരുയരണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ പേരാണ് ചത്ത പ്രവൃത്തി. അപ്പം ക്രിസ്തീയതയുടെ അടിസ്ഥാന പാഠങ്ങളാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ഈ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് തിരിച്ചു വന്ന് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ച് ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം അറിഞ്ഞ് കൈവപ്പ്, പൗരോഹിത്യത്തെക്കുറിച്ച്, ശ്ലൈഹിക ആശീർവാദത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്, ഉയിർപ്പ്, നിത്യവിധി, ഇതെല്ലാമാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് പാഠങ്ങൾ. എന്നിട്ട് പറയാണ് ഈ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരണം. ഇനി ഒത്തിരി വളരാനുണ്ട്. അപ്പൊ ഇങ്ങനെ വളരാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും പേർക്ക് മതിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ത്? വളരാൻ. എന്നും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന ഡെന്നിസ് അച്ഛൻ നിങ്ങളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ശാസിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നി. ചില പള്ളിയിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മധുരം മാത്രം. നന്നായിരിക്കുന്നു കേട്ടോ, കൊള്ളാം, എല്ലാവരും എടുക്കലാണേ, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറയാന്ന് വെച്ചു. എന്നും മധുരം മാത്രം. ഇവിടുന്ന് ഞാൻ
നിങ്ങളുടെ വികാരിയായിട്ട് വരികയെന്ന് വെച്ചു. ഞാൻ എല്ലാ ആഴ്ചയിലും കുർബാന കഴിഞ്ഞിട്ട് എല്ലാവർക്കും ലഡു, എല്ലാവർക്കും ജിലേബി, ചോക്ലേറ്റ്. ഓ, എന്തച്ഛൻ, സ്വീറ്റ് അച്ഛൻ. നിങ്ങൾക്ക് എന്നാ പിടിക്കും ഒരു മാസം കഴിയുമ്പം? ഡോക്ടർമാർ പറഞ്ഞേ എന്നാ പിടിക്കും? ഉറപ്പാണ്, ഷുഗർ പിടിക്കും. ഈ മധുരം മാത്രം വിളമ്പിയാലുണ്ടല്ലോ ഷുഗർ പിടിക്കും. ഇടയ്ക്കൊക്കെ വ്യായാമം വേണം, എക്സസൈസ് വേണം, ശിക്ഷണം വേണം, നടത്തിപ്പ് ക്രമീകരിക്കാൻ. എന്നൊന്ന് ആലോചിക്കും. ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വളരും. എങ്ങോട്ട്? സൈഡിലൊക്കെ, വശങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ആളിന് നല്ല ഫുഡാണ് കൊടുക്കുന്നത്, ആളിങ്ങനെ വശങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ഈ ആളിന് ഇടയ്ക്ക് എക്സസൈസ് വേണം, വ്യായാമം വേണം, എങ്കിലേ ശരീരം ഫിറ്റാകത്തുള്ളൂ, ശരീരം കൂടെ ഉറക്കത്തുള്ളൂ. ഈ വ്യായാമത്തിന്റെ പേരാണ് ജീവിതത്തിന്റെ സഹനങ്ങൾ, ജീവിതത്തിന്റെ കുരിശുകൾ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പക്വതയിലേക്ക് വളരണമെന്ന് പറയാം. ഇപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഈ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു പടി കൂടി വളരണം. ഒരു പടി കൂടി വരണോ? വളരണം. ഒരു പടി കൂടി വളരണം. അപ്പം അതിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ദൈവം ആഗ്രഹിക്കുന്ന പാഠമാണ്. ഇത് ഒരല്പം ഗഹനമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ചുരുളുകൾ നിങ്ങൾ അടിച്ചെടുക്കും. ഈ പുസ്തകത്തിൻ്റെ പൊരുൾ അറിയാൻ ദാഹിക്കും. ഈ പുസ്തകത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരക്കും. അതാണ് സങ്കീർത്തനം പറയുന്നത്, ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. കർത്താവേ, അങ്ങയുടെ ചുരുളുകൾ, വെളിപാടുകൾ അഴിച്ചു തരണമേ, അപ്പോൾ പ്രകാശം പരക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ വെട്ടം, വെളിച്ചം, തലയിൽ ആൾ താമസം എന്നൊക്കെ പറയും, ജ്ഞാനം ഉള്ളവരാകണമെങ്കിൽ ഈ പുസ്തകം പഠിക്കണം. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ധ്യാനം നടത്തുകയാണ്, യുവജനങ്ങൾക്കുള്ള ധ്യാനം നടത്തുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച ഫുൾ ഡേ താമസിച്ചുള്ള ധ്യാനമാണ്. ഒരു 100-300 യുവജനങ്ങൾ ഒന്നിച്ചുകൂടിയ ഒരു ഹൗസൊക്കെ അവരെടുത്ത് അവിടെ താമസിപ്പിച്ചാണ് ധ്യാനം. അപ്പം ശനിയാഴ്ച വൈകിട്ട് ഒരു ആരാധന നടത്തി. അപ്പം ഈ ആരാധനയുടെ സമയത്ത് യുവജനങ്ങൾ, അവിടുത്തെ മലയാളികളായ യുവജനങ്ങളാണ്, ഇംഗ്ലീഷൊക്കെ മാത്രമേ അറിയത്തുള്ളൂ, മംഗ്ലീഷൊക്കെ എഴുതിയാണ് വായിക്കുന്നത്. എന്നാൽ ഈ ആരാധനയ്ക്കൊക്കെ വന്നപ്പോൾ ഇതുങ്ങൾ കരയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഭാഷയൊന്നൊരു വിഷയമല്ല, പരിശുദ്ധാത്മാവ് തൊട്ടോളും. അപ്പോൾ ഈ ആരാധന അരണ്ട വെളിച്ചത്തിൽ, ലൈറ്റെല്ലാം അണച്ച് മെഴുകുതിരി വട്ടത്തിൽ ഈ 300 പേര് യുവജനങ്ങൾ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വിസ്ഡം ഓഫ് ഗാഡ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സോളമനെ പോലുന്ന ഒരു ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് ആരാധന നടത്തത്. ഇതിനകത്ത് ജേക്കബ് എന്ന് പറഞ്ഞൊരു പയ്യൻ, ഒരു പേര് ജേക്കബ് എന്നാണ്. അവന് ഈ ആരാധനയ്ക്കിടയ്ക്ക് ഈ ജ്ഞാനത്തിന് വേണ്ടി ഇങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ചപ്പോൾ അവന് ഇങ്ങനെ കണ്ണ് അടച്ചിട്ടപ്പോൾ എന്തോ എഴുതുന്നത് പോലെ തോന്നി. ഒന്നും മനസ്സിലായില്ല. കണ്ണ് ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ, ഏതോ ഒരു അക്ഷരം എഴുതി കാണിക്കുന്ന പോലെ. ഇത് കഴിഞ്ഞിട്ട് അവന് ബൈബിള് തുറന്നിട്ടേ ഇല്ലാത്ത പയ്യനാണ്. ബൈബിളെന്ന് പറഞ്ഞാൽ അലർജിയാണ്. അങ്ങനെയുള്ളൊരു പയ്യനാണ്. അവന് ഈ എഴുതി കാണിച്ചത് ജെയിംസ് എന്നാണ്. ജെയിംസ്, ബൈബിളിൽ ജെയിംസ് എന്നൊരു പുസ്തകം അവൻ വായിച്ചിട്ട് പോലുമില്ല. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 5, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യമാണ്. ഇതിങ്ങനെ എഴുതി കാണിച്ചിട്ട് ഇവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, കുറേ നേരമായിട്ട് കണ്ണിൻ്റെ മുമ്പിൽ ജെയിംസ് 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 എന്ന് എഴുതി കാണിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ജെയിംസ് എന്ന പേരുള്ള ആരുമില്ല, എൻ്റെ പേര് പക്ഷേ ജേക്കബ് എന്നാണെന്ന് അവൻ. ഞാൻ കരുതി ഇനിയിപ്പോൾ അതുവല്ലോ ആണോ ഇവനെ എഴുതി കാണിച്ചു. അല്ല അച്ഛാ, ഒരു അക്ഷരം കൂടി എഴുതി കാണിച്ചു. അതാണ് 1-5 എന്ന് എഴുതി. 1-5, 1 കഴിഞ്ഞൊരു കുത്തുണ്ട്, പിന്നെ ഒരു 5 എന്നോട് എഴുതി കാണിച്ചു. ഞാൻ പറഞ്ഞു, ബൈബിൾ ഇടറാന്ന് പറഞ്ഞു. ആരാധന കഴിഞ്ഞു ബൈബിൾ എടുക്കണമെന്ന് വായിക്കാൻ പറഞ്ഞു. അവനെന്ത് ചെയ്തു? അവനെ വായിക്കാൻ അറിയാത്തില്ല. ഞാൻ അവന് വായിച്ചു കൊടുത്തു മലയാളം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ചെറുക്കന് അടുത്ത ദിവസം
ഇത് വെച്ച് പഠിച്ചിട്ട് ഈ വാക്യം ഒന്ന് കാണാപ്പാഠം പഠിച്ചിട്ട് അങ്ങ് പറഞ്ഞു, ലോർഡ് ഐ ആം ഡൂയിങ് മൈ ബിടെക്. സപ്ലി അടിച്ച് കിടക്കുകയാണേ, ഒരു പ്രോബ്ലം തീരാൻ പറ്റത്തില്ല, ഇവന് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല, പ്രോജക്റ്റിൽ പലതും ഫെയിലായിട്ട് നിൽക്കുകയാണ്. ഇവന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഇവനിത് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയണം. അങ്ങനെയാണല്ലോ പിള്ളേർ, ഞാനും കിട്ടിയോ എന്നറിയാൻ. ഇവൻ്റെ മൊബൈലിലെടുത്തിട്ട് ഇവൻ്റെ ഒരു പ്രോബ്ലം ഇവൻ്റെ ജീവിതത്തിൽ ശരിയാകത്തില്ല എന്ന് എഴുതി തള്ളിയൊരു കേസാണ്. ഇവൻ ഇത് ചെയ്യാൻ തുടങ്ങി. അവൻ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞതാണ് ആ ചെറുക്കൻ, ധ്യാനത്തിൻ്റെ അവസാനം 10 മിനിറ്റ് കൊണ്ട് ഇവൻ ഈ പ്രോബ്ലം ശരിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സാക്ഷ്യം പറഞ്ഞാണ്, സപ്ലി അടിച്ചിടുന്ന ഒരു പയ്യനാണ്, അവൻ ആ ബിടെക് പാസ്സായി. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വചനമൊക്കെ നിസ്സാര കാര്യങ്ങളല്ല. ഇത് കിട്ടിയാൽ പ്രകാശം പരക്കും. ഇത് ലോകത്തിൻ്റെ അറിവല്ല, ഇത് ലോകത്തിൻ്റെ ബുദ്ധിയല്ല. പല ആളുകളുണ്ടല്ലോ ഈ വചനം വെച്ച് രക്ഷപ്പെടുന്നത് കണ്ണിൻ്റെ മുൻപിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഇതുപോലൊരു പ്രസംഗത്തിന് ഇങ്ങനെ ഓടിപ്പടച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നൊരു പയ്യൻ വിളിച്ചവൻ്റെ പേര് പ്രിൻസ് എന്നാണ്. അവന് ഇലന്തൂരാണ് അവൻ്റെ വീട്. അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്, ഡൽഹി വന്ന് ജോലി കിട്ടുമെന്ന് കരുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിത്തം നടക്കുന്നില്ല, ജോലിയും കിട്ടുന്നില്ല, കഷ്ടപ്പാടാഴ്ച എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടൊരു വചനം എടുത്തവരോട് പറഞ്ഞു, മോനെ, അത് സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വചനമാണ് നിനക്ക് തന്നത്. സങ്കീർത്തനം 47-ന്റെ 7-ാമത്തെ തിരുവചനമാണ് അവന് കിട്ടിയത്. ഞാൻ പറഞ്ഞു, മോനെ, നിനക്ക് ഈശോ ഒരു വചനം തരുന്നു. ആ വചനം ഇതാണ്, സങ്കീർത്തനം 47:7. പ്രിൻസേ, നീ ഇത് കേട്ടോണം, ഈ വചനം ഏറ്റെടുത്തോണം, ഇത് ആവർത്തിച്ചോണം, ഈ വചനം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. വചനം ഇതാണ്, ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ, ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ചില കഴിഞ്ഞപ്പോൾ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഹലോ ഹലോ പ്രിൻസേ, ഇവിടെ ഉണ്ടോ? അവൻ പറഞ്ഞു, ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്താ നീ മിണ്ടാത്തെ? അല്ല അച്ഛൻ, ഞാൻ എൻ്റെ സങ്കടം അച്ഛനോട് പറഞ്ഞ, ജോലിയില്ല, പഠിത്തമില്ല, പൈസ ഇല്ല. അപ്പോൾ ഇച്ഛൻ എന്ത് ഇങ്ങനെ? ഞാൻ പറഞ്ഞു, എനിക്കതറിയത്തില്ല, കർത്താവ് തന്നൊരു വചനമാണ്, നീ ഈ വചനം ഉച്ചരിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവൻ മനസ്സില്ലാ മനസ്സോടെ ആ ആട്ട് എന്ന് പറഞ്ഞ് അങ്ങ് വെച്ച്. ചെറുക്കൻ പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, മുറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനൊരു ആദി, ഇനിയിപ്പം ഇത് വല്ലതും ശരിയാണെങ്കിലോ, അവൻ ഇത് വെച്ച് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. അവനൊന്ന് പറഞ്ഞാണ് 53, ഈ കൊന്തയിലെ 53 മണിയുണ്ടല്ലോ, 53 തവണ ഈ വചനമൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ വായിച്ച് ചൊല്ലി കിടന്നു. അവൻ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവൻ എന്നെ വിളിക്കണം, അച്ഛോ എവിടെ ആയിരുന്നു അച്ഛൻ? അച്ഛൻ എത്ര തവണ വിളിച്ച അച്ഛൻ? ഞാൻ ചോദിച്ചു, എന്നാ? എൻ്റെ അച്ഛാ, ഞാൻ ഫ്രാൻസിലെ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി വെറുതെ ഇരുന്നപ്പോൾ ഒരു ഇമെയിൽ അയച്ചിരുന്ന അച്ഛൻ, ഒരു യൂണിവേഴ്സിറ്റി, അവര് എനിക്ക് സ്കോളർഷിപ്പ് പാസ്സാക്കി തന്ന അച്ഛൻ. ഞാൻ ഫ്രാൻസിന് പോവുക, ചുരുക്കം പറയാലോ, അവിടുന്ന് അവൻ അമേരിക്കയ്ക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് ഏത് വചനമാടാ കിട്ടിയത്? അവൻ കാണാപ്പാടം പറഞ്ഞു, ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവേൻ. വലതുപേര് പറയാമോ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന വചനം നിനക്ക് പിടികിട്ടത്തില്ല, പക്ഷെ ഈ വചനം പ്രവർത്തിക്കും. വചനം പ്രവർത്തിക്കും. വചനത്തിന് ശക്തിയുണ്ട്. വചനം അതൊരിക്കലും പരാജയപ്പെടില്ല. ഞാൻ ഒരിക്കൽ ഒരു പള്ളിയിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ പള്ളിയിലെ ഇടവകയല്ല, എൻ്റെ സ്വന്തം വീട്, ഞാൻ ആ പള്ളിയിൽ വികാരിയാണ്. അവിടെ ഇങ്ങനെ ആരാധന നടത്തുമ്പോൾ, ആരാധന കഴിഞ്ഞ് ആരാധനയുടെ തൊട്ട് മുൻപാണ് സങ്കടത്തോടെ ഒരമ്മ വന്നിട്ട് പറഞ്ഞ, അച്ഛാ, ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ബന്ധുവാണ്, ഞങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വന്നതാണ്, വന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു, തലയിൽ ബ്ലഡ് ക്ലൗട്ടിങ് അയച്ച, അതുകൊണ്ട് അവരെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. തലയെല്ലാം മുണ്ടനം ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക, തലയൊട്ടി ഇളക്കി സർജറി ആവശ്യമാ. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രായം കുറഞ്ഞ ഒരു അമ്മയാണ്, പക്ഷേ ഇങ്ങനെ സംഭവിച്ച് ഞങ്ങൾക്ക് വിഷമമുണ്ട്, അച്ഛ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു.
ഞാൻ ആരാധനയ്ക്ക് കയറി വന്നുകൂടിയിരിക്കുന്ന ജനത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനൊരു സങ്കടം പറഞ്ഞൊരു അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം അയച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. എല്ലാവരും എഴുന്നേറ്റ് ഈ വിഷയം പറഞ്ഞപ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈ അമ്മയ്ക്ക് വേണ്ടി ശക്തമായൊരു വചനം അയച്ച് പ്രാർത്ഥിച്ചു. വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനമാണ്. എന്താണെന്നറിയാമോ? മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അവിടുത്തെ വചനമാണ്. ഈ വചനം അയച്ച് പ്രാർത്ഥിക്കാൻ ഉച്ചത്തിലേറ്റ് പറഞ്ഞ് സ്തുതിച്ചിട്ട് വചനം അയച്ചിട്ട് പറഞ്ഞു, കർത്താവായ ഈശോയെ, ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ നാളെ ഓപ്പറേഷന് വിധേയമാകുന്ന ഈ മകളുടെ മേൽ ഈ വചനം അയച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് അറിയാമോ പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം ഡോക്ടർമാർ വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് ഈ ഓപ്പറേഷൻ തയ്യാറാക്കുകയാണ്. അവസാനത്തെ സ്കാനിങ് എടുത്തിട്ട് 2 സ്കാനിങ് റിപ്പോർട്ടും കയ്യിൽ പിടിച്ചിട്ട് ഡോക്ടർ പറയുകയാണ്, വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടി. ഇത് ആദ്യത്തെ റിപ്പോർട്ട്, ഇതിനകത്ത് ക്ലോട്ടിംഗ് ഉണ്ട്. 2ാമത്തെ റിപ്പോർട്ട് ക്ലോട്ടിങ് കാണാനില്ല. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം പറഞ്ഞു, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം കാതങ്ങൾ സഞ്ചരിക്കും. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് യേശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിൽ ദൈവം ഒരു വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം എന്താണെന്നറിയാമോ? മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. 11-ാം വാക്യമോ? എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, മഴ പെയ്താൽ വിത്ത് പൊട്ടി മുളയ്ക്കും, സസ്യങ്ങളുണ്ടാകും. മഴ പെയ്തോ പുല്ലു മുളയ്ക്കും. വേനൽക്കാലത്ത് വരണ്ട് കിടക്കുന്ന സ്ഥലം, പക്ഷെ പെട്ടെന്നൊരു മഴ പെയ്തു, അടുത്ത ദിവസം നോക്കുമ്പോൾ ദേ പുൽനാമ്പ് ഇങ്ങനെ പൊട്ടി പൊട്ടി നിൽക്കുന്നത്. മഴ പെയ്താൽ പുല്ലു മുളയ്ക്കും. ഇതുപോലെ ദൈവം പറയുകയാണ്, ഈ ഉപമ വെച്ചിട്ട് പറയുകയാണ്, ഞാൻ ഈ മഴ കണക്ക് എൻ്റെ വചനം അയച്ചാലുണ്ടല്ലോ, അത് ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റിയിരിക്കും. എന്റെ ഇഷ്ടം അത്, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായിട്ട് അത് ചെയ്യും. ആര്? ദൈവവചനം. പ്രിയപ്പെട്ടവർ, ദൈവം ഒരു വചനം അയച്ചാലുണ്ടല്ലോ, ദൈവത്തിന്റെ നിശ്വാസത്തിന്റെ പേരാ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസം. ഇത് അയച്ചാലുണ്ടല്ലോ അത് റിസൾട്ട് ഉണ്ടാക്കും. പല കുഞ്ഞുങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും, കർത്താവേ പഠിക്കാൻ വയ്യ, മണ്ടടച്ചിരിക്കുകയാണ്, പരീക്ഷയ്ക്ക് തോക്കുക, ചിലരുടെ കൈ വേർക്കുക, പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, ചിലരെല്ലാം മറന്നു പോവുക, ചിലർ ടെൻഷൻ അടിക്കുക, മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ ഫിസിക്സ് മാത്സ് എന്തായിത്തീരും എനിക്കറിഞ്ഞുകൂടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് പറയും, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം പ്രിയപ്പെട്ട മക്കളെ വായിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഏതാണ്? ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 9 വെച്ചേട്ടാ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം. ഇത് പഠിക്കണം. ഇത് വായിച്ചിട്ട് പോയാലുണ്ടല്ലോ, ഇത് വായിച്ചാൽ ഭയങ്കര ഒരു അനുകൂല്യമാണ്. ബുദ്ധി ജ്ഞാനം തെളിയും. സാധാരണ അറിവല്ലത് ഇത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം, നിങ്ങൾക്ക് ശ്രദ്ധ. പണ്ടൊക്കെ ഈ വലിയ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ, പണ്ടത്തെ ആൾക്കാർ ഒരു 70കളിൽ 80കളിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവർ ജോലി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവർ 6th ഫോറം 7th ഫോറം 10th ഫോറം ഒക്കെ 3rd ഫോറം ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടുമായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റ് മതി. MA ആണെങ്കിൽ ഒരു ജോലി. ഇന്ന് MA-ക്കാർ വല്ലതും ചെന്ന് കഴിഞ്ഞാൽ ജോലി വല്ലതും കിട്ടും. MA-ക്കാർ എത്ര എണ്ണം നടക്കുന്നുണ്ട്? ജോലി കിട്ടുകയില്ല. കാരണം എന്താ? സർട്ടിഫിക്കറ്റ് ഒക്കെ ആർക്കും ഉണ്ടാകാം. ഈ IQ, ഇതിൻ്റെ പേരാണ് IQ. എന്ത്? പഠിത്തം. ഇന്റലിജന്റ് കോഷ്യൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഭയങ്കര പഠിപ്പിസ്റ്റാണ്, ഭയങ്കര അറിവാണ്, എന്നോ മാർക്കാണെന്നറിയോ. ഇന്ന് ഈ മാർക്കും കൊണ്ട് പോയിട്ട് വലിയ കാര്യമുണ്ടോ? എനിക്കറിയാം, ഞാനൊരു കോളേജ് നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരൊക്കെ ഇഷ്ടം പോലെ വരും. ഇങ്ങനെ
അച്ഛാ മാർക്ക് എല്ലാത്തിനും A+. മാർക്ക് ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്യും, കാരണം എല്ലാത്തിനും A+. മാർക്ക് കിട്ടിയത് കൊണ്ടൊന്നും ഈ കാലത്ത് കാര്യമൊന്നുമില്ല. IQ കൊണ്ടൊന്നും കഥയില്ല. വേണം, പക്ഷേ IQ മാത്രം പോരാ. ഈ കമ്പനികളിലൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴേ ഈ ബുദ്ധി ഉണ്ട് എന്നതുകൊണ്ടൊന്നും ആരും ജോലി തരത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല കമ്പനികളിലൊക്കെ 3 പേര് ഇൻ്റർവ്യൂ നടത്താനിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് വന്നെന്ന് വെച്ചോ, കുറേ ഫയലും പേപ്പറും ഒക്കെ ആയിട്ട് 3 പേര് ഇൻ്റർവ്യൂ നടത്തും. 4മതൊരാൾ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നിങ്ങളുടെ കൈ വേർക്കുന്നുണ്ടോ? ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് വെട്ടുന്നുണ്ടോ? ടക്കട നിങ്ങളുടെ തൊണ്ട ഇടറുന്നുണ്ടോ? നിങ്ങൾ വിൽക്കുന്നുണ്ടോ? നിങ്ങൾ കാര്യം പറയുമ്പോൾ കാലിട്ടാട്ടുന്നുണ്ടോ? ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൈകാരിക പക്വതയുണ്ടോ എന്നാണ് ചോദ്യം. ചിലർക്ക് ഒരു ഭയങ്കര ടെൻഷനാണ്, ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം കൊണ്ട് ചെയ്യുന്നതിന് മുമ്പേ സഭാകമ്പം അങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കും. ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ധൈര്യമില്ല. ഇതിൻ്റെ പേരാണ് EQ, ഇമോഷണൽ കോഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് മാത്രം പോരാ, EQ വേണം, മനസ്സിനൊരു ബലം വേണം. അല്ലാതെ എങ്ങനെ കിയോ എന്ന് എപ്പോഴും ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊന്നും കിട്ടുകയില്ല. എൻ്റെ കമ്പനിക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇട്ടച്ച് പോകരുത്. പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു EQ, ഇമോഷണൽ കോഷ്യൻസ് വേണം. അതുകൊണ്ടാണ് ആളുകൾ ഒരു ബുദ്ധി മാത്രം ഒരു വൈകാരിക പക്വതയുണ്ടോ, അതോ ഇങ്ങനെ പേക്കോന്നിരിക്കുന്ന ആളാണോ? അങ്ങനെയുള്ളവർക്ക് പഠിത്തമുള്ളവരാണെങ്കിലും ചിലരെ കണ്ടിട്ടില്ലയോ, ഇങ്ങനെ മന്നത പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര അറിവാണ്, പക്ഷെ മിണ്ടുകയല്ല, വാ തുറക്കുകയല്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്, അവർക്ക് ജോലി കിട്ടുകയില്ല. ഇനിയും ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പോഴത്തെ ആളുകളുണ്ടല്ലോ, കമ്പനികളൊക്കെ കുറെ കൂടി വിവരം വെച്ചു. അവരിപ്പം IQ EQ മാത്രമൊന്നും അല്ല നോക്കുന്നത്. IQ ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് മുഴുവനും നല്ല മാർക്കാണ്. EQ വേണമെങ്കിലും ചില ആളുകൾ നേടിക്കൊണ്ടുവരും. എന്താണെന്നറിയാമോ? ഇപ്പം നമുക്കറിയാം, നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ അത്യാവശ്യം ഹൗ ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ, എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, ഇതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ട് കൈ വേർക്കാതെ കാലിട്ടാട്ടാതെ പറയാൻ വേണ്ടി അത്യാവശ്യം ഒരു വെടിക്കുള്ള മരുന്നും കൊണ്ടൊക്കെ നമ്മൾ പോകും. നമ്മൾ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കും. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ, നല്ലൊരു പുസ്തകം വായിച്ചിട്ടൊക്കെ പോയാൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പക്വതയുള്ളവരാണെന്ന് അഭിനയിച്ചെടുക്കാൻ പറ്റും. കുറച്ച് നേരത്തേക്കൊക്കെ പിടിച്ചേക്കും. അതുകൊണ്ട് ഈ കമ്പനികൾക്കൊക്കെ അറിയാം IQ EQ ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വരും ആളുകൾ. അതുകൊണ്ട് ഇന്നത്തെ ആളുകൾ തിരക്കുന്ന എന്താണെന്ന് അറിയാം. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ പേരാണ് SQ. അതിൻ്റെ പേരാണ് SQ, സ്പിരിച്വൽ കോഷ്യൻസ് എന്ന് പറയും. അപ്പൊ IQ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദര? IQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലിജന്റ് കോഷ്യൻസ്, ബുദ്ധി. EQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ട് നോക്കാം, അച്ഛനെ നോക്ക്, പിന്നെ നോക്കാം അങ്ങോട്ട്. EQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷണൽ കോഷ്യൻസ്, വൈകാരിക പക്വത. എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ടിരിക്കുന്ന പക്വത. മൂന്നാമത്തെ ഒരു പക്വതയുണ്ട്, അതാണ് SQ, സ്പിരിച്വൽ കോഷ്യൻസ്. എന്താണെന്നറിയാമോ? അത് പഠിക്കണം. ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പേരാണ് നമ്മുടെ ആത്മാവിൻ്റെ പക്വത. ഈ ആത്മപക്വതയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിനക്ക് സിദ്ധികൾ കൈവരും. ഒന്നുമില്ലായ്മയിൽ നിന്ന് പലതും സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവിൻ്റെ പേരാണ് SQ. കണ്ടിട്ടില്ലേ ചില ആളുകൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, കയറിപ്പോരും. പല ആളുകളെ കണ്ടിട്ടില്ലേ? ആളോ? അതെ, കയറി അങ്ങ് പോയി. ഇതിൻ്റെ പേരാണ് SQ. യു ക്യാൻ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലതെല്ലാം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതിൻ്റെ കഴിവാണ്, വരങ്ങൾ. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ലോകത്തെ രക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് നേതൃത്വ നിരയിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകൾ മാത്രം ലോകത്തിന് ദിശാബോധം നൽകും. ബാക്കി എല്ലാവരും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് കൈയടിക്കും. നല്ല സിനിമകൾ കണ്ടിട്ട് നമ്മൾ കൈയടിച്ച്, ആർക്കാണ് കൈയടിക്കണമെന്നറിയോ? നിന്റെ ഡയറക്ടർക്ക്.
ഇതിൻ്റെ സ്ഥിരകഥാകൃത്തിന് അവൻ്റെ മേക്കിംഗ്, അവൻ്റെ സിദ്ധി, അവൻ്റെ കഴിവ് കണ്ടിട്ട് നമ്മൾ കൈയടിക്കും. ഇത് കണ്ടിട്ട് നടൻ പോലും കൈയടിക്കും. കാരണം നടൻ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേ അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നോ സംഭവം. ഇതെല്ലാം അറിയാവുന്നവൻ്റെ പേരാണ് ഡയറക്ടർ, സംവിധായകൻ. പ്രിയപ്പെട്ടവരെ, സിദ്ധികളെന്ന് പറയുന്നത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമുള്ളതാണ്. വരങ്ങൾ ഈ വരമാണ് പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനത്തിൻ്റെ വരം. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം വചനത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവമേ, 20 മിനിറ്റൂടെ ഉള്ളൂ, ഇതുവരെ ആമുഖം കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇന്നൊരു 15 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുത്തോട്ടെ? വേണ്ടേ? 15 മിനിറ്റ് കൂടെ പ്ലീസ് അനുവദിക്കും. കുഴപ്പമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചാൽ, ഈ വചനം നമ്മളെ തൊട്ടാൽ, ഈ വചനം വായിച്ചാൽ, ഈ വചനത്തിൽ ഒരു വചനമാണ് നമ്മൾ ഏറ്റെടുത്താൽ ഈ വചനം നമുക്ക് തരുന്ന ഗ്രേസ്, നിന്നെ മോചിപ്പിച്ചെടുക്കുന്ന, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന, നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന വചനമാണിത്. ഇത് വെറും വാക്കുകളല്ല, ദൈവം നിശ്വസിച്ച വചനമാണ്. ദൈവത്തിൻ്റെ ജീവനാണിത്, ദൈവത്തിൻ്റെ ശ്വാസമാണിത്. ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങനെ വെച്ചാൽ മോനെ എന്താ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ശ്വാസം വന്നിട്ട് ഈ കയ്യിലടിക്കും അല്ലേ? ഇതുപോലെ ദൈവം ഒരു വാക്കുച്ചരിച്ചാൽ ദൈവത്തിൻ്റെ ശ്വാസം, പരിശുദ്ധാത്മാവ്, ഇത് നിന്റെ മേൽ തട്ടും. അതുകൊണ്ടാണ് ഈ വചനം വായിച്ചാൽ ഈ ആത്മശക്തി നമ്മിൽ വ്യാപരിക്കും എന്ന് പറയുക. ഈ വചനം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വായിക്കണം, ബൈബിൾ വായിക്കണം, ദൈവത്തിൻ്റെ ശ്വാസം വന്നടിക്കുന്നത് കേൾക്കാം. ഈ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചിട്ടറിയുന്നവർക്ക് പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചുപോക്കില്ല. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളൊക്കെ ഭക്താഭ്യാസങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിച്ചൊക്കെ നടത്തിയാലും കുറെ കഴിയുമ്പോൾ ഇതെല്ലാം ക്ഷീണമായി മാറും. പക്ഷെ വചനത്തിൽ വളർന്നാലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും തളരില്ല. ആത്മീയ ജീവിതത്തിൽ ഒരു ബാക്ക് സ്ലൈഡിങ് സ്പിരിറ്റ് ഉണ്ട്, എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. പിന്മാറ്റത്തിൻ്റെ അരൂപി. ആത്മീയ ജീവിതത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മന്ദത, മടുപ്പ്, ഉറക്കം, ക്ഷീണം, പിന്മാറ്റ ചിന്ത ഉണ്ടാകും. പഴയ പോലൊരു തീഷ്ണതയില്ല. എന്താണെന്നറിയാമോ? വചനം നമ്മൾ നിറയുന്നില്ല. വചനം നിറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ മടുപ്പുണ്ടാവില്ല. വലുതരുമെടുത്തി ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഈശോ പ്രലോഭകനെ, പിശാചിനെ നേരിട്ടത് 3 പ്രലോഭനം. ഈശോയുടെ 3 പ്രലോഭനം ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സമ്മാനം. ഈശോയുടെ 3 പ്രലോഭനങ്ങൾ: 1 കല്ലുകൾ അപ്പമാക്കുക, 2 ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുക, 3 പോയി സമ്മാനമില്ല. 3-മത്തത് ലോകത്തിന് മുഴുവൻ സമ്പത്ത് അവനെ കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ സാഷ്ടാംഗം വീണ് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. ഈ 3 പ്രലോഭനങ്ങളുടെയും ഒടുവിൽ ഈശോ എന്താണെന്നറിയാമോ? സങ്കീർത്തനത്തിൽ നിന്ന്, പ്രവാചക ഗ്രന്ഥത്തിൽ നിന്ന് ഓരോ വചനം എടുത്തിട്ട് സാത്താനെ നേരിട്ടു. പ്രിയപ്പെട്ടവരെ, വചനം വെച്ച് പോരാടിയാലേ തളരാതിരിക്കുകയുള്ളൂ. വചനം എടുത്ത് ഉപയോഗിക്കാൻ പഠിച്ചാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഇവിടെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇത് തുറക്കണം. ഈ പുസ്തകം നിങ്ങളെ ചതിക്കില്ല. ഈ പുസ്തകത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ അറിയാൻ ദാഹത്തോടെ വായിച്ച് ഒന്നും മനസ്സിലാകില്ലായിരിക്കാം. പക്ഷേ വെറും പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇത് തുറക്കണം, വായിക്കണം. ചുമ്മാതെ വായിക്കണം. അർത്ഥമില്ല എന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ അർത്ഥം നിശ്ചയിക്കുന്നത്, നിന്റെ വിജയം നിശ്ചയിക്കുന്നത് ആകാശമാണ്, സ്വർഗമാണ്. ദൈവം അത് നിശ്ചയിച്ചു തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ദൈവം ആഗ്രഹിക്കുന്നു എന്ന്, ഇത് ദൈവം ഈ വചനത്തിൽ, ഈ അനുസരണത്തിൽ, ഈ വചനം അനുസരിക്കാൻ, ഈ വചനം വായിക്കാൻ, ഈ വചനം നടത്തുമെന്ന് വിശ്വസിക്കാൻ, ഈ വചനം കേട്ട് അതനുസരിക്കാൻ നിന്നെ ദൈവം ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ സമാപിപ്പിക്കാം. ആരാധിച്ച് നമുക്ക് ഇന്നത്തെ ധ്യാനം സമാപിപ്പിക്കാം. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 11 വരെയാണ് നമ്മൾ വായിക്കുന്നത്. അല്ല,
14 വരെയാണ് വായിക്കുന്നത്. 14 ആ അധ്യായം മുഴുവനും വായിക്കുന്നതാണ് ഉചിതം. അത് വായിക്കാനുള്ള നേരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പൊരുൾ പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ എത്രാം വാക്യം? 1 മുതൽ 14 മുഴുവൻ, ആ അധ്യായം മുഴുവൻ. ആ അധ്യായം മുഴുവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് 27 വാക്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് അതൊന്ന് വായിക്കാൻ ശ്രമിക്കണേ. വചനം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പുസ്തകത്തിൽ ഒരു 2 രാജ്യങ്ങളെക്കുറിച്ചാണ്. ഇതെന്താണെന്ന് പറയുന്നതെന്ന് അറിയാമോ? ദൈവമായ കർത്താവ് നമ്മൾ വചനത്തിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇതുവരെ ഈ ജനം, ഇസ്രായേൽ ജനം കാഴ്ചകളിലാണ് ജീവിച്ചത്, അത്ഭുതങ്ങളിലാണ് ജീവിച്ചത്. കാഴ്ചകളും അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും കണ്ട് അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ അവരെ കണ്ടിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് കരുതി മലയുടെ അടിവാരത്തിൽ അവരിങ്ങനെ കാത്തിരിക്കും. സീനായിലെ അഗ്നിയെ കണ്ട് അവർ ആരാധിച്ചു. സമാഗമ കൂടാരത്തിൽ ഇറങ്ങി വന്ന മേഘം കണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു. കാഴ്ചകൾ കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ മതി. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധരുടെ ആരാധന നടക്കുമ്പോൾ, അല്ലെങ്കിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക നമ്മളും വിചാരിക്കാറില്ലേ, കർത്താവേ ആ തിരുവോസ്തിയിൽ ഇപ്പോൾ അങ്ങയുടെ തിരുമുഖം ഒന്ന് തെളിഞ്ഞു വന്നിരുന്നെങ്കിൽ, കൊന്ത ചൊല്ലുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഒന്ന് അനുഭവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കർത്താവേ ഞാൻ സന്ധ്യയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഒന്ന് ഇങ്ങനെയൊക്കെ അറിയാൻ നമ്മൾ ആഗ്രഹിച്ചു പോകും. കാഴ്ചകളാണ്. ദൈവമേ എവിടെ നീ? കുറേ നാൾ ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു അടയാളവും ഇല്ല, അത്ഭുതവും ഇല്ല, രോഗശാന്തിയില്ല, രക്ഷയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാഴ്ചകളിൽ നിന്ന് വചനത്തിലേക്ക് വളരാനുള്ള ക്ഷണമാണ് ദൈവം തരുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. സംഭവം ഇതാണ്, മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇതെന്താണ്? തടിയല്ല, ഇത് സിറിയ രാജ്യം. എന്താണ്? സിറിയ രാജ്യം. ഇത് എന്താണ്? വേറൊരു തടിയോ? ഇത് ഇസ്രായേൽ രാജ്യം. ഇസ്രായേൽ. അപ്പം ഇതേതാണ്? സിറിയയുടെ തലസ്ഥാനമാണ് ദമാസ്കസ്. എന്താണ്? ദമാസ്കസ്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമാണ് സമരിയ. യൂദയ ഉണ്ട് അവിടെ മാമോദിസ തൊട്ടി. യൂദയ അവിടെ ഇരിക്കട്ടെ, ജെറുസലേമും അവിടെ ഇരിക്കട്ടെ. നമ്മൾ 2 രാജ്യങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേതാണ്? ദമാസ്കസോ? സിറിയ. ഇതിൻ്റെ തലസ്ഥാനമാണ് ദമാസ്കസ്. ഇതിന് മറ്റൊരു പേരുകൂടെ ഉണ്ട്, ആരാം. അതവിടെ നിൽക്കട്ടെ. ഇതിന് വേറൊരു പേരുണ്ട്, എഫ്രായിം. നീ എൻ്റെ വത്സലപുത്രേ. അതായത് ഇത് മനസ്സിലായല്ലോ. അപ്പം ഇവിടുത്തെ സർവ്വസൈന്യാധിപന്റെ പേരാണ് നാമാൻ. ആരാ? നാമാൻ. ഇവിടുത്തെ നാമാൻ നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ നാമാൻ രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ, ചീഫ്, കമാൻഡർ ഇൻ ചീഫ് അല്ലേ, അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ഈ നാമാൻ നല്ല മനുഷ്യനാണെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗമെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ ഈ വിരലൊക്കെ അറ്റുപോകുന്നൊരു രോഗമായിരിക്കത്തില്ല. ആയിരുന്നെങ്കിൽ ഈ വാളൊന്നും പിടിക്കാൻ പറ്റത്തില്ല. വിരലില്ലെങ്കിൽ വാൾ പിടിക്കാൻ പറ്റുമോ? കക്ഷിയുടെ ഡ്യൂട്ടി എന്താ? പടവെട്ടുന്ന സർവ്വസൈന്യാധിപനാണ്. കുഷ്ഠരോഗം വന്ന ആളിനെ സർവ്വസൈന്യാധിപനാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ കക്ഷിക്ക് കുഷ്ഠരോഗമായിരിക്കത്തില്ല, ഏതെങ്കിലും സോറിയാസിസ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗസ് പിടിച്ച ഒരു രോഗം എല്ലാം ആയിരിക്കും. ഏതെങ്കിലും ഒരു ശരീരത്തിലെ പൂപ്പല് വരത്തില്ലേ, അങ്ങനെ ഒരു രോഗമാണെന്ന് കരുതുക, ഒരു സ്കിൻ ഡിസീസ് വല്ലതാണ്. അപ്പം ഇവിടെ ഈ രാജ്യത്തിൻ്റെ പേരെന്താണ്? ഇസ്രായേലിൽ ഇവിടെ ഇതിൻ്റെ മലയിൽ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കൊരു ആശ്രമമുണ്ട്. ഈ പർണാശ്രമത്തിൽ ഇവിടെ ഒരു ഋഷിയുണ്ട്. ഈ ഋഷിയുടെ പേരാണ് ഏലിഷ. ഏലിഷ പ്രവാചകൻ. കക്ഷി ഏലിഷ സന്യാസി ആശ്രമത്തിൽ കഴിയുകയാണ്. ഏലിഷയ്ക്കൊരു ശിഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഗഹസി. എന്താണ്? ഇപ്പം എല്ലാം കൺഫ്യൂഷനായോ? ഇല്ല. ഗഹസി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ രാജ്യം ഭയങ്കര ശക്തമായ രാജ്യമാണ്. അതൊരു കോഞ്ഞാട്ട പിടിച്ച രാജ്യമാണ്. ഈ രാജ്യത്ത് വളരെ ശക്തിയുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്ത് ഇവിടെ ഒരു അടിയൊക്കെ ഉണ്ടാക്കി കുറേ അടിമകളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും. അങ്ങനെ ഒരു ഹോം നേഴ്സിനെ ഈ സൈന്യാധിപൻ്റെ വീട്ടിൽ, ഇസ്രായേൽ പെൺകുട്ടിയാണ്, ഒരു ഹോം നേഴ്സ് എവിടെ ഉണ്ട്? സിറിയയിലുണ്ട്.
സിറിയയിലെ സൈന്യാധിപൻ്റെ വീട്ടിലുണ്ട് ഈ ഹോം നേഴ്സ്. അപ്പോൾ ഈ ഹോം നേഴ്സ് എന്ത് ചെയ്തെന്നറിയാവോ? ഒരു ദിവസം ഈ നാമാൻ എല്ലാ ദിവസവും രാവിലെ പേസ്റ്റും ബ്രഷുമായിട്ട് ഇങ്ങനെ ഉരച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കയ്യിലെ സോറിയാസിസൊക്കെ കണ്ടിട്ട് അങ്ങ് കരഞ്ഞ് നിൽക്കും. ഈ മരുന്നൊക്കെ വായി വെച്ചോണ്ട് കുറേ നേരം നിൽക്കുന്നത് കണ്ടിട്ട് ഈ ചേടത്തി ഭാര്യ വന്നിട്ട് അടുക്കള ചെന്നിട്ട് പറയും, പാവം എൻ്റെ ഭർത്താവ് ഒരേ നിപ്പ് നിൽക്കുക, സങ്കടമാണ്. ഇത് കണ്ടിട്ട് ആ ഹോം നേഴ്സ് പറഞ്ഞു, എൻ്റെ യജമാനൻ ഇങ്ങനെ ഇരുന്ന് മോങ്ങാതെ എൻ്റെ നാട്ടിൽ ഇസ്രായേലിൽ ചെന്ന് അവിടെ ഒരു സിദ്ധനുണ്ട്, ഋഷി ഏലിഷ എന്ന പേര്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ തീർച്ചയായിട്ടും സൗഖ്യം കിട്ടി, എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. ആണോടി? ആണ്. ഭാര്യ എന്നിട്ട് പറഞ്ഞു, ചേട്ടനിരുന്ന് കരയണ്ട, അത്രയിടം വരെ പോയാൽ അവിടെ ഒരു സൗഖ്യം കൊടുക്കുന്ന സിദ്ധനുണ്ടെന്നാ പേര്, ഏലിഷ എന്നാ പേര്, പോവാമോ? ഉറപ്പാണോ? ഇതിനുവേണ്ടി ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണെന്നോ. അങ്ങനെ കുറേ സമ്മാനവുമായിട്ട് ചേട്ടൻ കഴുതയുടെ പുറത്ത് സമ്മാനമൊക്കെ കയറ്റി കുതിരപ്പുറത്ത് കയറി പോവുകയാണ്. കുറേ പടയാളികളെയും വിളിച്ചു. പോകുന്ന വഴിക്ക് എടുത്ത വകുപ്പുകൾ എന്തൊക്കെയാണെന്നറിയാം? 350 കിലോ വെള്ളി, 350 കിലോ വെള്ളി, 10,000 പവൻ സ്വർണം. 10,000 പവൻ സ്വർണം. ഒരു പവൻ്റെ വിലയൊക്കെ അറിയാമോ? അമ്മച്ചിമാരോട് ചോദിച്ചാൽ മതി. 10,000 പവൻ സ്വർണം, 10 നേർത്ത പട്ട്, സോഫ്റ്റ് സിൽക്ക്. ഈ ഐറ്റം 3 എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി കുതിരയുടെ പുറത്ത് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് എന്ത് ചെയ്തെന്നറിയാമോ? രാജാവിനോട് പെർമിഷൻ വാങ്ങിക്കണ്ടേ? ഞാൻ അത്രയിടം വരെ പോവുകയാണ്, അവിടെ ഒരു ഭയങ്കര അത്ഭുത സിദ്ധിയുള്ള സിദ്ധനുണ്ടെന്നാ കേട്ടെ, പോയി സൗഖ്യം വാങ്ങിച്ചുകൊണ്ട് വരാൻ പോകാം. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ തന്നെ പോണ്ട, ഞാനൊരു എഴുത്തും കൂടെ തന്നേക്കാം. അങ്ങനെ ഒരു എഴുത്തും വാങ്ങിച്ചുകൊണ്ടാ പോയി. എഴുത്തെന്താണെന്നറിയാമോ? ഇവിടുത്തെ രാജാവ് കൊടുത്ത എഴുത്ത്, രാജാവിന് എഴുത്ത് കൊടുത്തു. ഇവിടുത്തെ രാജാവിന്, ഇസ്രായേലിലെ. എന്താ എഴുത്തെന്ന് അറിയാമോ? ഐ ആം സെൻഡിങ് മൈ കമാൻഡർ ഇൻ ചീഫ്, ഹീൽ ഹിം. ഞാൻ എന്റെ സർവ്വസൈന്യാധിപനെ നിന്റെ അടുത്തേക്ക് അയക്കുന്നു, നീ അവന് സൗഖ്യം കൊടുക്കണം. ആരോടാ കൊടുത്തേ? രാജാവിനോട്. ഇതെവിടെ ഈ പ്രവാചകൻ ഇരിക്കുന്നേ? മലയിൽ. ഇത് വേറെ കൊട്ടാരത്തിലാ. ഈ എഴുത്ത് കണ്ടിട്ട് ഈ രാജാവ് ഇത് വായിച്ചിട്ട് വീണ്ടും അയാൾ യുദ്ധത്തിനൊരുങ്ങുന്നു. സൗഖ്യം കൊടുക്കാൻ ഞാൻ എന്നാ ദൈവമാണോ? വീണ്ടും അവൻ എന്തോ പഴുതു നോക്കുകയാണ് എന്നെ തകർക്കാൻ, തലക്കടിക്കാൻ. ഇത് വേദനയോട് പറഞ്ഞിട്ട് ഈ എഴുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഈ കക്ഷി ഈ രാജാവ്, ഇസ്രായേൽ രാജാവ് വസ്ത്രം അങ്ങ് കീറി. അങ്ങനെ ഒരു രീതിയുണ്ട്. അവർ സങ്കടം അങ്ങ് മൂത്ത് കഴിയുമ്പോൾ വസ്ത്രം വലിച്ചു കയറും. നമ്മളൊക്കെ നെഞ്ചത്തടിക്കും, പക്ഷേ അവരൊക്കെ വസ്ത്രം വലിച്ചു കയറും. ഈ വസ്ത്രം വലിച്ചങ്ങ് കീറി. ഈ വസ്ത്രം കീറിയെന്ന് പ്രവാചകൻ കേട്ടു. പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയാവോ? പ്രവാചകൻ പറഞ്ഞു, എൻ്റെ രാജാവേ, നല്ലൊരു ഉടുതുണി എന്തിനാ വലിച്ചു കീറിയേ? നീ അവനെ ഇങ്ങോട്ടിങ്ങ് വിടാൻ പറഞ്ഞു. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ജീവൻ കിട്ടിയ പാടെ സർവ്വസൈന്യാധിപനോട്, സിറിയയിലെ സർവ്വസൈന്യാധിപനാ വന്നേക്കുന്നേ, രാജാവിൻ്റെ കത്തുമായിട്ടാണ് വന്നേക്കുന്നത്, പ്രോട്ടോകോൾ അനുസരിച്ച് വലിയ സ്വീകരണം കൊടുക്കേണ്ട കേസാ. വന്ന പാടെ പറഞ്ഞു, സാറേ ഞങ്ങളുടെ ആ പ്രവാചകൻ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പുള്ളി മിടുക്കനാ, സൗഖ്യം തരുന്നു. പുള്ളി രക്ഷപ്പെട്ടു. അങ്ങനെ സർവ്വസൈന്യാധിപൻ ഈ മല കയറി അവിടെ ചെന്നു. എവിടെ? ആശ്രമത്തിൽ. ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാമോ? ദൈവം അത്ഭുതങ്ങളിൽ നിന്ന് വചനത്തിലേക്ക് നയിക്കുകയാണ്. ദൈവം അടയാളങ്ങളിൽ നിന്ന്, അതിശയങ്ങളിൽ നിന്ന് വാക്കിലേക്ക്, അക്ഷരത്തിലേക്ക് നിന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിലുള്ള അനുസരണം നിനക്ക് ജീവൻ തരുന്നു, രക്ഷ തരുന്നു എന്നുള്ള പാഠമാണ് നമ്മൾ കാണുന്നത്. അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സർവ്വസൈന്യാധിപൻ താഴെ വന്ന് നിൽക്കുന്നപ്പോൾ ഈ ഗഹസി ഓടി വന്നിട്ട് പറഞ്ഞു, ഗുരു, സിറിയയിലെ സർവ്വസൈന്യാധിപൻ നാമാനും കൂട്ടരും വന്ന് നിൽപ്പുണ്ട്. എൻ്റെ ദൈവമേ, എന്താണെന്ന് അറിയത്തില്ല, നമ്മളെ പിടിച്ചോണ്ട് പോകാനാണോ? അപ്പോൾ എലീശ പറഞ്ഞു, നീ പോയി അന്വേഷിച്ചിട്ട് പോയി, എന്തിനാ വന്നേന്ന്. എലീശ ഗഹസി എന്ന് ചോദിച്ചിട്ടു, സാറേ എന്തിനാ വന്നേ? അപ്പം നാമാൻ പറഞ്ഞു, കുഷ്ഠരോഗമാണ്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ പ്രവാചകൻ വന്നൊരു അത്ഭുതം ചെയ്താൽ രക്ഷപ്പെടും. ഗഹസി എന്നിട്ട് പറഞ്ഞു, നാമാൻ കുഷ്ഠരോഗമാണ്, പേടിക്കൊന്നും വേണ്ട, അങ്ങൊന്ന് സുഖപ്പെടുത്തി വിട്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ
നാമാൻ വന്നിരിക്കുന്നത് സൗഖ്യത്തിനാണെന്ന് കേട്ടപ്പോൾ പ്രവാചകൻ ചെയ്തത് എന്താണെന്നറിയാമോ? പ്രവാചകൻ ഈ കൂടാരം വിട്ട് വെളിയിൽ വന്നില്ല. ഈ കുടിലിലിരുന്ന് ജനലിൽ കൂടെ വിളിച്ചു പറഞ്ഞു, നീ പോയി ജോർദാനിൽ 7 തവണ മുങ്ങിയാൽ മതി, സുഖപ്പെട്ടോളും, പൊക്കോ. എന്നാലോചിച്ച് നോക്കിയേ, വന്നതാരാ? പഞ്ചായത്ത് പ്രസിഡന്റാണോ? MLA ആണോ? വന്നതൊരു രാജ്യത്തിൻ്റെ പടത്തലവനാ. ചുട്ട് കത്തിച്ചു കളയാനുള്ള അധികാരമുണ്ട്. ഈ കക്ഷി വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് നിന്നപ്പോൾ ഈ സന്യാസി അകത്ത് പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞു, പൊക്കോ പൊക്കോ, ജോർദാനിൽ പോകുന്ന വഴിക്ക് ഒരു 7 തവണ മുങ്ങിയാൽ മതി. നമ്മുടെ വീട്ടിലെങ്ങാണ് ഒരു MLA വന്നാൽ നമ്മൾക്ക് എന്നാ ആദിയായിരിക്കില്ലേ? വാ സാറേ, വന്നാട്ട്, കറങ്ങുന്ന കസേര ഇരുന്നാട്ട്, കറങ്ങുന്ന ഫാൻ്റെ കീഴിൽ ഇരുന്നാട്ട്, പാലൊഴിച്ച് ചായ എടുക്കട്ടെ, ബിസ്ക്കറ്റ് കൂടെ തരാം. ഇവിടെ ദേ ഒരു സർവ്വസൈന്യാധിപൻ വന്നിട്ട് പോയി അങ്ങ് മുങ്ങിയാൽ മതി, ശരിയായിക്കോളും കേട്ടോ, പൊക്കോ. വിഷയം എന്തുകൊണ്ടാണ് നാമാൻ വന്നപ്പോൾ ഏലിശ കൂടാരം വിട്ട് പുറത്തു വരാഞ്ഞത്? ദൈവം എന്തുകൊണ്ടാണ് പ്രവാചകനെ പുറത്തെത്തിക്കാഞ്ഞത്? ദൈവം എന്തുകൊണ്ടാണ് ഈ വചനം കൊടുത്ത് അയച്ചത്? ശ്രദ്ധിച്ചു കേൾക്കണം, അതിന്റെ പാഠമാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കൂടാരം വിട്ട് ഏലിശ പുറത്തു വരാഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഈ ലോകത്തോട്, നമ്മളോട്, ശേഷിച്ചു വന്ന ദൈവജനത്തോട് പഠിപ്പിക്കാൻ ഒരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? നിനക്കിനിയും ജീവിതത്തിൽ രക്ഷ തരുന്നത്, സൗഖ്യം തരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല, ദൈവം തരുന്നൊരു വചനം നീ കേട്ടാൽ, അനുസരിച്ചാൽ നിനക്ക് സൗഖ്യം. ദൈവം ഒരു വചനം തരും, അത് നീ അക്ഷരശ അനുസരിച്ചാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ, സ്വരമേറ്റി ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ കൂട്ട് എന്താ ചെയ്തെന്നറിയാമോ? നാമാൻ കേട്ട പാടെ കലി തുള്ളി ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്റെ നാട്ടിൽ സിറിയയിൽ അബാനയും ഫാർപ്പാറും സുന്ദരമായ നദികൾ, ശുദ്ധജല നദികൾ, ഇതെല്ലാമുള്ള നാടാണ് എൻ്റെത്. ഇതുപോലെ ഈ ജോർദാൻ പോലൊരു ചെളിപ്പുഴയല്ല. ഈ ചെളിപ്പുഴ പോയി മുങ്ങണമെന്നോ? ഞാൻ കരുതി ഈ പ്രവാചകൻ കൂടാരം വിട്ടിറങ്ങി വന്ന് കരമുയർത്തി ദൈവത്തെ വിളിക്കുമെന്നും എനിക്ക് സൗഖ്യം തരുമെന്നുമാണ് ഞാൻ കരുതിയത്. പക്ഷേ യോർദാന്റെ ചെളിപ്പുഴയിൽ പോയി മുങ്ങണമെന്നോ? ദേഷ്യപ്പെട്ട് ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോവുക. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ കരുതിയ അത്ഭുതം എന്താണെന്നറിയാവോ? സൗഖ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ ഇങ്ങോട്ട് വരണം, കരം വീശണം, കൈ ഉയർത്തി ദൈവത്തെ വിളിക്കണം, അടയാളങ്ങൾ കാണണം, അത്ഭുതം സംഭവിക്കണം, അപ്പൊ വിശ്വസിക്കും. ഒരിക്കല് രാത്രി ഒരു 10:30 കഴിഞ്ഞാണ്, 11 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ആ നാട്ടിലെ ഒരു 4-5 പേര് ഒരു ചെറുപ്പക്കാരനെ എൻ്റെ അടുത്ത് പിടിച്ചോണ്ട് വന്നു. രാവിലെ തൊട്ട് തുടങ്ങിയത്, മനുഷ്യന് സമാധാനം, ഇന്ന് ഉറങ്ങാനും പറ്റത്തില്ല. ഇതേ കണ്ടില്ല നിൽക്കണം, ഇപ്പം ഇങ്ങനെ നിൽക്കുക, അച്ഛാ തല പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക, പിശാചാന്ന്. ഞാനിങ്ങനെ പാതി ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് ഉറക്കിയിട്ട് വെള്ളമൊക്കെ തെളിച്ച് കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ദുഷ്ടപിശാച് വിട്ടുപോകണം, കർത്താവ് സമാധാനം കൊടുക്കണം, തലക്കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വട്ടം നിൽക്കുകയാണ്, കാരണം ചാടിപ്പോവും, അല്ലറും ഇപ്പം തറയിൽ പോവും, ഇങ്ങനെ പിടിക്കാൻ നിൽക്കുക. 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പിശാചെല്ലാം വിട്ടുപോയി, പൊക്കോളാൻ പറഞ്ഞു. അപ്പം കൂട്ടത്തിൽ ഒരാളെന്നെ നോക്കിയിട്ട് ഒരു പാവ വെച്ച്, ശക്തിയൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം ഈ അത്ഭുതം അടയാളമൊക്കെ ഉണ്ടല്ലോ, അലറി വിളിച്ചുകൊണ്ട് ആ ടീപ്പൊക്കെ തട്ടിമറിച്ചിട്ട് വേണം പോകാൻ, എങ്കിൽ മാത്രമേ പിശാച് വിട്ട് കാണണം. അത്ഭുതം അടയാളമൊക്കെ കാണണമെന്നേ. പിന്നീട് ആ ചെറുപ്പക്കാരനൊന്നും സംഭവിച്ചിട്ടില്ല, കൂളായിട്ട് കിടന്നുറങ്ങി, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം എന്താ അറിയാമോ? നാമാൻ സിൻഡ്രോം. പ്രവാചകൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കരം വീശി ദൈവത്തെ വിളിക്കണമെന്നും കുഷ്ഠം സുഖപ്പെടുത്തുമെന്നുമാണ് ഞാൻ കരുതിയത്. പക്ഷേ ദൈവത്തിനൊരു നിശ്ചയമുണ്ട്. എന്താണെന്നറിയാമോ? കാഴ്ചകളിൽ നിന്ന്, അത്ഭുതങ്ങളിൽ നിന്ന്, അടയാളങ്ങളിൽ നിന്ന് നിന്നെ ദൈവം വചനത്തിന്റെ അനുസരണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ മുതൽ പുതിയൊരു അധ്യായം സഭയ്ക്ക്, ദൈവമക്കൾക്ക് തുടങ്ങുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പക്വതയിലേക്ക് വളരണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, വചനം വിശ്വസിക്കണം, വചനം അനുസരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മനുഷ്യൻ പോകുന്ന വഴി പടയാളികൾ കൂടെ ഉണ്ടായിരുന്നവർ കുറെ നടന്നു കഴിഞ്ഞപ്പോൾ, യോർദാൻ അടുക്കാറായപ്പോൾ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, സാറേ എന്താ ദേഷ്യമൊക്കെ കുറഞ്ഞോ സാറേ?
നാമാനോടെ. എന്താ? അതെ സാറേ, ആ പ്രവാചകൻ സിമ്പിൾ ഒരു കാര്യമില്ലേ പറഞ്ഞേ, പോകുന്ന വഴിക്ക് ജോർദാനിലൊന്നും 7 തവണ മുങ്ങണം. ഇതിലും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയം പറഞ്ഞത് സാറ് ചെയ്തു കൊടുക്കത്തില്ലായിരുന്നു. സാർ ഒരു 10 പേരെ കൊന്ന് അവരുടെ ചോര കൊടുക്കണമെന്ന് പറഞ്ഞ് സാറ് ചെയ്യത്തില്ലായിരുന്നോ? സാറേ, ഇത് പറഞ്ഞത് 7 തവണ മുങ്ങണമെന്നല്ലേ? പ്ലീസ് വാ, ഞങ്ങളോട് വരാം, മുങ്ങാം, നമുക്ക് ഒന്നിച്ച് മുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അവിടെ എത്തിയപ്പോൾ കൂളായി. അതിൽ വിശ്വസിച്ച് ശരിയാ, ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത് അനുസരിച്ചേക്കാം, ആ ദൈവപുരുഷൻ പറഞ്ഞതൊന്ന് അനുസരിച്ചേക്കാം, ആ വാക്കൊന്നനുസരിച്ചേക്കാം. ഈ മനുഷ്യൻ യോർദാനിൽ ഇറങ്ങി 7 തവണ മുങ്ങി. 7-ാം തവണ പൊങ്ങിയപ്പോൾ ഇയാളുടെ മനസ്സ്, കണ്ണ് അത്ഭുതപ്പെട്ടുകൊണ്ട് അയാൾ തിരിച്ചറിഞ്ഞു, ശരീരം കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ ഇളതായി. അയാൾ ചാടിത്തുള്ളി ദൈവത്തെ ആരാധിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, യാഹ്വേ, നീയാണ് സത്യദൈവം. ശ്രദ്ധിക്കണം, ജോർദാനിലെ ചെളിപ്പുഴയ്ക്ക് ശക്തിയുണ്ടോ? മിണ്ടു പ്ലീസ്. യോർദാനിലെ ഈ പുഴയ്ക്ക് ശക്തിയുണ്ടോ? ഉണ്ടോ? കിടക്കണം. ഈ യോർദാനിലെ വെള്ളത്തിന് വല്ല ശക്തിയുണ്ടോ? ഇതൊരു സാധാരണ പുഴയല്ലേ. എങ്ങനെയാണ് ഈ പുഴയ്ക്ക് ശക്തി കൈവന്നത്? യെസ്, ദൈവത്തിന്റെ ഒരു വചനം ദൈവം അയച്ചത് ഈ മനുഷ്യൻ വിശ്വസിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ ശക്തിയാണ് യോർദാനിലെ പുഴയ്ക്ക് ശക്തി കൊടുക്കുന്നത്, സൗഖ്യതീർത്ഥമായത് മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. നമ്മുടെ വീട്ടിൽ പഴയ വീട്, പഴയ സ്വീകരണ മുറി, പഴയ പ്രാർത്ഥനാ മുറി, പഴയ ബന്ധം, പഴയ ആൾക്കാര്, ഒരു ശക്തിയുമില്ല. യോർദാനിലെ വാട്ടവെള്ളം കണക്കെ. പക്ഷേ ദൈവം നിനക്ക് തരുന്നൊരു വചനം വിശ്വസിച്ചാൽ നീ പടിവിട്ടിറങ്ങി വീട്ടിൽ ചെല്ലുമ്പോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അനുസരിച്ചാൽ, ഈ വചനം നിന്റെ വീട്ടിൽ പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വചനം അവിടെ ശക്തമായി പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനത്തിനാണ് ശക്തി. ഈ വചനം അനുസരിക്കുമ്പോഴാണ് വിടുതൽ. യോർദാനിൽ എത്രയോ പേരിറങ്ങി കുളിക്കുന്നുണ്ട്, ആർക്കും സൗഖ്യം കിട്ടുന്നില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞ വചനമനുസരിച്ച് ഈ മനുഷ്യൻ മുങ്ങിയപ്പോ അവൻ സൗഖ്യമുള്ളവനായി. എന്നിട്ട് നടന്നത് എന്താണെന്നറിയാമോ? ഈ നാമാൻ തിരിച്ച് നേരെ എവിടെ പോയി? സിറിയ പോയില്ല, തിരിച്ച് വീണ്ടും ഇസ്രായേലിലേക്ക് വന്നു. എവിടെ? ഈ നമ്മുടെ സന്യാസിയുടെ അടുത്ത് പറഞ്ഞു, സാറേ, ഞാൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, സോറി കേട്ടാ, സൗഖ്യം കിട്ടി, എനിക്ക് വലിയ സന്തോഷമായി. യാഹ്വേ, അവിടുന്ന് മാത്രമാണ് യഥാർത്ഥ ദൈവം, ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് സാറേ, ഞാൻ ഇച്ചിരി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാ സമ്മാനം? സ്വർണം വെള്ളിയൊക്കെ പറയുന്നുണ്ടോ? എന്തൊക്കെയാണ്? 350 കിലോ സ്വർണം, വെള്ളി 10,000 പവൻ സ്വർണം, 10 നേർത്ത പട്ട്, എല്ലാം കൊണ്ടുവന്നിട്ട് തരട്ടെ. അപ്പോൾ എലീശ പറഞ്ഞു, സമ്മാനമൊന്നും വേണ്ട, കയ്യിരിക്കട്ടെ. ഈ സമ്മാനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനാണ് സൗഖ്യം തന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. ഇത് സൗഖ്യം തന്നത് ഞാനൊന്നും അല്ല, യാഹ്വയാണ്, ദൈവമായ കർത്താവാണ് ഈ സൗഖ്യം തന്നത്. അതുകൊണ്ട് സമ്മാനമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. സമ്മാനം വാങ്ങിച്ചില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സാറ് സമ്മാനമൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. ഇല്ല. എന്നാൽ എനിക്കൊരു സമ്മാനം തരാമോ? സർവ്വസൈന്യാധിപന് ഇനി എന്നാ സമ്മാനം? എനിക്കൊരു സമ്മാനം വേണം. എന്താണെന്നറിയാവോ? സാറേ, അങ്ങ് താമസിക്കുന്ന ഈ മണ്ണുണ്ടല്ലോ, പരിശുദ്ധമായ മണ്ണ, ദൈവത്തെ വിളിക്കുന്ന മണ്ണ, അങ്ങ് ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ നിന്ന് 2 കഴുതച്ചുമട് മണ്ണ് എനിക്ക് തരാമോ? അതിനെന്താ എടുത്തോണ്ട് പോ, 2 3 2 കഴുതച്ചുമട് മണ്ണ് എന്ന് പറഞ്ഞാൽ കഴുതയുടെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഓരോ ചാക്ക് വീതം മണ്ണ്. അങ്ങനെയെങ്കിൽ 2 കഴുതച്ചുമട് എന്ന് പറയുമ്പോൾ 4 ചാക്ക് മണ്ണ്, 4 ചാക്ക് മണ്ണ്. എന്തിനാണെന്നറിയാവോ? എലീശ ചോദിച്ചു, എന്തിനാ ഇത്? അതെ, ഞാൻ ഈ മണ്ണും കൊണ്ട് എൻ്റെ നാട്ടിൽ പോകും, സിറിയയിൽ. ഇതെല്ലാം നിങ്ങളിത് വായിക്കണം. 2-ാം രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഴുതച്ചുമട് മണ്ണുമായി ഈ മനുഷ്യൻ അവിടെ പോയി. എവിടെ? സിറിയ എന്ന് പറയുന്നത് വിജാതീയരുടെ നാടാ, ദൈവത്തെ അറിയാത്ത നാടാ. ദൈവത്തെ അറിയുന്ന നാട്ടിൽ നിന്ന്
ദൈവത്തെ വിളിക്കുന്ന നാട്ടിൽ നിന്ന്, പ്രാർത്ഥിക്കുന്ന ഇടത്തു നിന്ന് ഒരു പിടി മണ്ണുമായി ഈ മനുഷ്യൻ ദൈവത്തെ അറിയാത്ത നാട്ടിൽ ചെന്ന് അവിടെ എന്താ ചെയ്തെന്നറിയാമോ? അവിടെ ഒരു ബലിപീഠം പണിതു. എന്നിട്ട് ഈ എലീശയോട് പറഞ്ഞതാണ്, അവിടെ ചെന്നിട്ട് ഞാൻ ഈ 4 ചാക്ക് മണ്ണും കൊണ്ട് ഞാൻ ഒരു ബലിപീഠം പണിതിട്ട് അവിടെ ഞാൻ ഇനിയും എൻ്റെ സത്യദൈവമായ യാഹോവയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ശ്രമേർത്തി പറ ഹല്ലേലൂയ. എനിക്കിനി മറ്റൊരു ദൈവമില്ല, എനിക്കെൻ്റെ യഹോവ മാത്രം മതി. അപ്പൊ എലീശ പറഞ്ഞു ഓക്കെ 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 ഓക്കെ. അപ്പൊ നാമൻ പറഞ്ഞു സോറി, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി എന്താ? അതെ, വർഷത്തിൽ ഒരിക്കൽ മാത്രം എനിക്കൊരു എക്സെപ്ഷൻ തരണം, ഒരു ഒഴികഴിവ്. അതെന്താ? അതെ, ഞങ്ങളുടെ ദേശത്ത് ഒരു ദേശീയ ക്ഷേത്രമുണ്ട്, അതിൻ്റെ പേര് ഹദദ് റിമ്മോൺ എന്നാണ്. അതൊക്കെ സക്കറിയയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ. ഹദദ് റിമ്മോൺ ദേശീയ ക്ഷേത്രമാണ് സിറിയയിൽ. അവിടെ രാജാവ് എല്ലാ വർഷവും അവിടുത്തെ ഉത്സവത്തിന് പോകും, പെരുന്നാളിന് പോകും. പോകുമ്പോൾ ആ ക്ഷേത്രത്തിൽ രാജാവ് പോകുന്നത് എൻ്റെ കയ്യിൽ ചാരി നിന്ന സർവ്വസൈന്യാധിപനായതുകൊണ്ട് ഞാനാണ് കമ്പടി സേവിക്കുന്നത്. അപ്പോൾ രാജാവ് ആ ക്ഷേത്രത്തിൽ ചെന്ന് വണങ്ങും അവൻ്റെ ദൈവത്തെ. അപ്പോൾ ഇത്രയും നാൾ ഞാനും വണങ്ങിയതാണെങ്കിലും ഞാൻ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. പക്ഷേ രാജാവ് വണങ്ങുമ്പോൾ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാനും ഇങ്ങനൊന്ന് വണങ്ങും. സത്യമായിട്ട് മനസ്സുകൊണ്ടല്ല, ചുമ്മാ ഒന്ന് വണങ്ങും. അതെന്നെ അനുവദിക്കണം, ഡ്യൂട്ടിയുടെ ഭാഗമാണ്. എന്താ ചെയ്തതെന്നറിയാമോ? എലീശ സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞു. എലീശ പറഞ്ഞ ദൈവം പറഞ്ഞ പോലെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വണങ്ങുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, മുതിർന്നവരൊക്കെ പല രാജ്യങ്ങളും പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളും പല അടങ്ങളിലും ഒക്കെ പോകുന്നുണ്ട്. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ നിന്നിട്ടുമുണ്ട് അല്ലേ? ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്നാ കുഴപ്പമൊന്നുമില്ല. സത്യദൈവത്തെ ഈ മനുഷ്യൻ ആരാധിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവം സാക്ഷ്യപ്പെടുത്തിയത് എന്താണെന്ന് അറിയാമോ? വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയത് ഈ മനുഷ്യന്റെ സൗഖ്യം മാത്രമല്ല, ആത്മാവിന്റെ സൗഖ്യം കൂടിയാ. അവൻ അന്ന് മുതൽ സത്യദൈവത്തെ ആരാധിക്കുന്നതായി തീർന്നു. നിങ്ങൾക്കറിയാമോ, ഇത് നടക്കുന്നത് ഈശോയ്ക്ക് 1200 വർഷങ്ങൾക്ക് മുൻപാണ്. 1200 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം. ഒരു മനുഷ്യൻ വചനം കേട്ടനുസരിച്ചു, സത്യദൈവത്തെ അറിഞ്ഞു, സത്യദൈവത്തെ വിളിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ വചനം സാക്ഷാൽ ദൈവവചനമായ യേശു ക്രിസ്തു 1200 വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിലെത്തി. അതാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന കാനാൻകാരിയായ സ്ത്രീയുടെ മകളെ, പിശാചുബാധിതയായ മകളെ സുഖപ്പെടുത്തുന്ന സംഭവം. അവൾ ഏത് വംശത്തിൽപ്പെട്ടവളായിരുന്നു? സീറോ ഫിനീഷ്യ വംശത്തിൽപ്പെട്ടവളായിരുന്നു. സീറോ എന്ന് പറഞ്ഞാൽ സിറിയ. ഈശോ സിറിയക്കാരിയായ ഒരുവളുടെ മകളെ സുഖപ്പെടുത്താൻ അവിടെ എത്തി. എന്തുകൊണ്ടാണ് എത്തിയെന്നറിയാമോ? 1200 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ സത്യദൈവത്തെ അവിടെ ആരാധിച്ചു, വചനമനുസരിച്ചു. സാക്ഷാൽ വചനം ഇറങ്ങി വന്നു. തീർന്നില്ല. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം വിജാതിയരുടെ ഇടയിൽ ഒരു യഹൂദ സമൂഹത്തോടൊപ്പം തന്നെ വിജാതിയരുടെ ഒരു സഭാ സമൂഹം അവിടെ രൂപപ്പെട്ടു. അത് നമ്മൾ ടൈർ സീതോൻ പ്രദേശത്തെ സംഭവങ്ങളൊക്കെ മത്തായിയുടെ സുവിശേഷം 14 മുതലുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ ഒരു കുർബാന സമൂഹത്തെ ഈശോ സ്ഥാപിച്ചു. തീർന്നില്ല. വീണ്ടും ഈ ദമാസ്കസിൽ വെച്ചാണ് സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്ത് ആരാക്കി മാറ്റിയത്? സാവൂളിനെ പൗലോസാക്കി മാറ്റിയത്. പ്രിയപ്പെട്ടവർ, ഈ മണ്ണ് എന്തുമാത്രം അനുഗ്രഹമായി മാറിയെന്നറിയാമോ? നീ അനുസരിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, തലമുറകൾ കഴിഞ്ഞാലും അതിന് വിലയുണ്ട്. നീ ദൈവത്തിൻ്റെ ഒരു വചനം ഗൗരവത്തോടെ എടുത്താൽ 100 വർഷം കഴിഞ്ഞാലും നിന്റെ സന്തതി അറ്റുപോകാതെ ഈ വചനം അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. 1200 വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിൽ ദൈവത്തിൻ്റെ വചനം വന്ന് സൗഖ്യങ്ങൾ കൊടുത്തു, കുർബാന സമൂഹത്തെ രൂപപ്പെടുത്തി. ആ മണ്ണിൽ വെച്ച് സാവൂളിനെ പൗലോസാക്കി മാറ്റി. പൗലോസ് പിന്നീട് ഈ സഭയെ ലോകം മുഴുവനും എത്തിച്ചു. വചനത്തിന് എന്നാ ശക്തിയാണെന്നറിയാം. വചനം നിസ്സാരമായി കാണരുത്. ഇന്ന് മുതൽ മക്കളെ ഈ പുസ്തകം തുറക്കണം, വായിക്കണം. നമ്മൾ മെല്ലെ 1, 2, 3 വർഷമൊക്കെ എടുത്തേക്ക് സാരമില്ലെന്നേ. മെല്ലെ 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 വായിക്കണം. ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും വായിച്ചുകൊണ്ടേയിരിക്കണം. വചനം പ്രവർത്തിക്കും. കാരണം ഈ വചനം ബാക്കി എല്ലാ പുസ്തകം പോലല്ല. എല്ലാ പുസ്തകങ്ങളെയും നമ്മൾ വായിക്കുകയാണ്.
എന്നാൽ വചനം അങ്ങനെയല്ല. നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ വചനം നിന്നെ വായിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ഈ പുസ്തകം നിന്നെ വായിക്കും. മുറിവുകൾ, ചതവുകൾ സുഖപ്പെടുത്തും നിന്നെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ വചനം നിറവേറും. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളെ ശുദ്ധി വരുത്തും. പ്രിയപ്പെട്ടവരെ, കേട്ടിരിക്കുമ്പോൾ തന്നെ വചനം നമുക്ക് വിടുതൽ തരും, ഡെലിവറൻസുകൾ തരും. അതുകൊണ്ട് ആത്മീയ പക്വതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവര് മുതൽ എന്ത് ചെയ്യണം? ഈ പുസ്തകം തുറക്കാൻ ശീലിക്കണം.